അപ്പൊ ഇത് തന്നെ വീട് കൺഫേം. ഷുവർ സർ, ഞാൻ നേരിട്ട് വരാം. ഓക്കെ സർ, ഓക്കെ. നീ എന്തിനാ ഇവിടേക്ക് വന്നത്? ആരാ നിനക്ക് വീട് പറഞ്ഞു തന്നത്? എന്താ ഗൗതം ഇത്? അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോ ഇങ്ങനെ ഷൗട്ട് ചെയ്യാണോ വേണ്ടത്? വാ ഇരിക്കെന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഒരു അത്യാവശ്യ കാര്യമായിട്ട് ഗൗതമിനെ കാണാനും ഞാൻ ഇവിടേക്ക് വന്നത്. നോക്ക്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകണം. എന്താ ഗൗതം ഞാൻ ഈ കാണുന്നേ? ഈശ്വരമംഗലത്തെ കാലിത്തൊഴുത്താവാനുള്ള യോഗ്യത പോലും ഈ വീടിനില്ല. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തലയിലെഴുത്തെന്നല്ലാതെ എന്ത് പറയാനാ? രാജാവായി ജീവിച്ച ഒരാളുടെ വല്ലാത്തൊരു വിധി. എന്റെ വിധി ഓർത്ത് നീ സങ്കടപ്പെടണ്ട. ഒരു കാലിത്തൊഴുത്തിനേക്കാൾ മോശമാണെങ്കിലും ഞാനത് സഹിച്ചു. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സത്യം പറഞ്ഞ ഗൗതം വിശ്വസിക്കുന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഗൗതം വീട് വിട്ട് ഇറങ്ങിയതിന് ശേഷം ഞാനും പ്രണവും കൂടി അന്വേഷിക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. എന്തു പാടുപെട്ടാ ഈ വീട് കണ്ടുപിടിച്ചെന്നറിയോ? അതൊക്കെ പോട്ടെ, സുഖായിരിക്കുന്നോ? സങ്കടങ്ങളൊന്നും ഇല്ലല്ലോ? നീ ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തുന്നവരെ എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. അല്ല, നീതി എവിടെ? ആളെ കാണാനില്ല. അതൊന്നും അറിയേണ്ട ആവശ്യം നിനക്കില്ല. നീതി ഈ സമയത്ത് ഇവിടെ കാണില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അല്ലേ മോനെ ഞാൻ വന്നത്. നീ ഇറങ്ങുന്നുണ്ടോ അതോ പിടിച്ച് പുറത്താക്കണോ? പ്ലീസ് ഗൗതം, ഇങ്ങനെ വയലന്റ് ആവല്ലേ. ഗൗതം വിചാരിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങള്. വസുന്ധരാന്റി ചെയ്ത തെറ്റിന് ആ വീട്ടിലുള്ള എല്ലാവരെയും ഉപേക്ഷിച്ച് ഗൗതം ഇറങ്ങിപ്പോയത് ഒട്ടും ശരിയായില്ല. ഞങ്ങൾക്കൊക്കെ എത്രമാത്രം വിഷമായിന്നറിയോ? ഈ അഭിനയം കാഴ്ചവെക്കാനാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ വയറ്റി വളരുന്ന കുഞ്ഞുങ്ങളാണ് സത്യം. ഞാൻ പറഞ്ഞത് സത്യമാ. ഗൗതമിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാ ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. പക്ഷെ ഞങ്ങൾക്കറിയാം ഗൗതം ഒരു അഭിമാനിയാ. വിളിച്ചാലൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ ഗൗതമിനെ ഞാൻ കുറ്റം പറയില്ല. ഗൗതമിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെ പെരുമാറൂ. പെറ്റമ്മയെ പോലെ കരുതിയ ആള് കൊല്ലാൻ നടക്കുകയാണെന്നൊക്കെ പറഞ്ഞാ അത് ക്രൂരമല്ലേ? നമ്മൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു അബദ്ധം പറ്റി. ഗൗതമിന്റെ ജന്മരഹസ്യം അപ്പോഴത്തെ വാശിക്ക് ഞാനൊന്ന് വിളിച്ച് പറഞ്ഞുപോയി. അതിനും ക്ഷമ ചോദിക്കാൻ കൂടിയാ ഞാനിപ്പോ വന്നത്. ചില നേരത്ത് ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നും. ഗൗതം വീട് വിട്ടിറങ്ങിപ്പോയതിന് ഞാനും ഒരു കാരണക്കാരിയാണല്ലോ. ബുദ്ധിയില്ലാത്തവളാ ഞാൻ, വിഡ്ഢി. സങ്കടപ്പെടരുത്. എനിക്കിപ്പോഴും പ്രതീക്ഷയുണ്ട്. എന്നെങ്കിലും ഒരിക്കലും പഴയ പോലെ നമ്മൾ ഒന്നായി ഒരേ വീട്ടിൽ ജീവിക്കും, ഉറപ്പാ. നിനക്ക് എന്തെങ്കിലും പറയാണ്ടി പറഞ്ഞിട്ട് ഇറങ്ങി പോകാൻ നോക്ക്. എനിക്ക് വേറെ പണിയുണ്ട്. ജീവിക്കാൻ സമ്മതിക്കാതെ പുറകെ വന്നോളൂ. എന്നോട് ദേഷ്യപ്പെടുന്നതിൽ എനിക്കൊരു വിരോധവും ഇല്ല. കാരണം ഞാനത് അർഹിക്കുന്നത്. പക്ഷെ ഗൗതം ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ വീട് കണ്ടുപിടിച്ച് ഉപദ്രവിക്കാനായിട്ട് തനിച്ചിങ്ങോട്ട് വന്നതൊന്നും അല്ല. പ്രണവ് തന്നെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. പ്രണവോ? എന്തിന്? അവനെന്തിനു നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടണം? അത് പിന്നെ ഒന്നും വേണ്ടെന്ന് തീരുമാനിച്ച് എല്ലാം ഉപേക്ഷിച്ച് പെട്ടെന്ന് ഗൗതം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നില്ലേ? പക്ഷെ ഇപ്പോഴും ബിസിനസ് എല്ലാം ഗൗതമിന്റെ പേരില. അതുകൊണ്ട് തന്നെ സൈനിങ് അതോറിറ്റി എന്ന് പറയുന്നത് ഗൗതമാണല്ലോ. ഏത് ഫയൽ എടുത്താലും അതിലെല്ലാം സൈൻ ചെയ്യേണ്ടത് ഗൗതമല്ലേ? ക്ലിയറിങ്ങിന് 1 രൂപ പോലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല. പ്രോജക്റ്റിന് ഫണ്ട് അലോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എഗ്രിമെന്റ് എടുത്തു വെച്ച ഗൗതം തന്നെ സൈൻ ചെയ്യണമെന്ന് നിർബന്ധം. സത്യം പറഞ്ഞ കമ്പനി മുന്നോട്ട് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നേ ഇല്ല. പ്രണവ് കിടന്ന് പെടാപ്പാട് പെടുക പാവം. അതാണ് കാര്യം. കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ അധികാരങ്ങളും ഒന്ന് മാറ്റിക്കൊടുത്താൽ മാത്രമേ ബിസിനസ് മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാ പ്രണവ് പറയുന്നത്. അതിന് ഇതുണ്ടോ? സൈനിങ് അതോറിറ്റി പ്രണവാണെന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു ഡോക്യുമെന്റ് ഇത്. പ്രണവ് ഇത് എന്റെ കയ്യിൽ തന്നിട്ട് ഗൗതമിനെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിക്കാൻ പറഞ്ഞു. ഇതില് സൈൻ ചെയ്തെന്ന് കരുതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓഫീസിലെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി മാത്രമുള്ള ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അത്രേ ഉള്ളൂ. അതെന്താ പ്രണവിനെ ഇത് കൊണ്ടുവന്ന് എന്നെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങിച്ചൂടെ? നിന്നെ എന്തിനായിക്കുന്നത്? പ്രണവും വന്നിട്ടുണ്ട്. പക്ഷെ റോഡിൽ തന്നെ നിൽക്കുക പുള്ളിക്കാരൻ. റോഡിൽ നിൽക്കുന്നു? അതേന്നെ, പുറത്ത് നിൽപ്പുണ്ട് പ്രണവ്. അതെന്താ അവൻ നിന്റെ കൂടെ അകത്തേക്ക് വരാഞ്ഞ? ഗൗതം, ഞാൻ പറഞ്ഞതാ എന്നെ കൊണ്ട് വയ്യ, പ്രണവ് തന്നെ ചേട്ടനെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിച്ചാ മതിന്ന്. പക്ഷെ ഈ ചേട്ടന്റെ മുഖം പോലും കാണണ്ടെന്നാവ ഇപ്പൊ പറയുന്നത്.
അങ്ങനെയല്ലല്ലോ നീ നേരത്തെ പറഞ്ഞത്. ഞാൻ ഈശ്വരമംഗലത്ത് നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്നെ അന്വേഷിച്ച് നടക്കുകയാണെന്നും ഇപ്പൊ ദുഃഖം സഹിക്കാൻ വയ്യെന്നുമാണല്ലോ പറഞ്ഞത്. എന്നിട്ടാണോ ഇപ്പൊ എന്റെ മുഖം പോലും കാണണ്ടെന്ന് അവൻ പറഞ്ഞത്? സത്യം പറയല ഗൗതം, ഞാനുള്ളത് മുഖത്ത് നോക്കി പറയും. ബാക്കിയുള്ളവര് നന്നായിട്ട് അഭിനയിക്കും. ഓഫീസിൽ അധികാരത്തിന്റെ കാര്യം വന്നപ്പോ ചേട്ടൻ എന്ന സെന്റിമെന്റ്സ് ഒക്കെ അങ്ങ് കളഞ്ഞു. ഒറ്റയടിക്ക് പ്ലേറ്റ് മാറ്റി. ഈ മുഖം പോലും കാണണ്ട എന്നങ്ങ് പ്രഖ്യാപിച്ചു. നീ പറയുന്ന മുഴുവൻ കള്ളാണെന്ന് എനിക്കറിയാം. കള്ളോ? ഞാൻ ദേ എന്റെ കുഞ്ഞുങ്ങളുടെ മേലെ കൈവച്ച് സത്യം ചെയ്യാം. എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യാം. വേണമെങ്കിൽ ഗൗതമിന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യാം. ഈ മുഖം കാണണ്ടെന്ന് പറഞ്ഞു തന്നെയാ പ്രണവ് വെളിയിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാനെന്തിനാ സത്യം ചെയ്യുന്നത്? വാ, എന്റെ കൂടെ വാ പുറത്തേക്ക്, ഞാൻ കാണിച്ചു തരാം. വാ ഗൗതം, വാ. അനിയൻ അവിടെ നിൽക്കുന്നത് കണ്ട് ബോധ്യപ്പെടും. ദേഷ്യം പിടിച്ച് ഗൗതം പ്രണവിന്റെ അടുത്തേക്കൊന്ന് പോകാതിരുന്നാ മതിയായിരുന്നു. ഗൗതം എങ്ങാനും പ്രണവിന്റെ അടുത്തേക്ക് പോയാ എന്റെ കാര്യം കട്ടപ്പുകയാ. നോക്ക്, ദൈവമേ, ആ പ്രണവ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയേക്കല്ലേ. അധിക നേരം ഇവനെ ഇങ്ങനെ നിർത്തുന്നത് അപകട. എന്തിനാ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? കണ്ടു മതിയായില്ലേ? നീ നോക്ക്, ഈ ചേട്ടന്റെ മുഖം പോലും കാണണ്ടെന്ന് പറഞ്ഞ ആളാ നിൽക്കുന്നേ. സഹിക്കുന്നില്ലെങ്കിൽ ചെന്നൊന്ന് സ്നേഹിച്ചിട്ട് വന്നേ.